നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ഒരു വലിയ അനീതിയെക്കുറിച്ചാണ്. ഉയർന്ന വിദ്യാഭ്യാസം നേടി വലിയ സ്വപ്നങ്ങളുമായി വളർന്ന് ഒടുവിൽ വിവാഹം എന്നൊരൊറ്റ കാരണത്താൽ സ്വന്തം വ്യക്തിത്വം 4 ചുവരുകൾക്കുള്ളിൽ പണയം വെക്കേണ്ടി വന്ന പെൺകുട്ടികളെ കുറിച്ചാണത്. പല വീടുകളിലും കാണുന്ന കാഴ്ചയാണിത്. റാങ്ക് സർട്ടിഫിക്കറ്റുകൾ ഷോക്കേസിനുള്ളിലെ അലങ്കാരമായി മാറുന്നു. കരിയറിനെ കുറിച്ചുള്ള ചർച്ചകൾ അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദത്തിൽ മുങ്ങിപ്പോകുന്നു. വിവാഹം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റേതായ ഒരു ആകാശമില്ലെന്ന് വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ വിദ്യാഭ്യാസം കേവലം ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മാഭിമാനമാണ്. ഒരു പുരുഷന്റെ ഔദാര്യത്തിലല്ല നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ആഡംബരമല്ല, അതൊരു അനിവാര്യതയാണ്. സാമ്പത്തികമായി നിങ്ങൾ സ്വതന്ത്രരാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ വ്യക്തി സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയൂ. ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതിന് പകരം വെക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഇനി പുരുഷന്മാരോട്, കുടുംബത്തിന്റെ സകല ഭാരങ്ങളും സ്വന്തം ചുമലിലേറ്റുന്നത് പൗരുഷമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അത് ബുദ്ധിയില്ലായ്മയാണ്. സകല ടെൻഷനും ഒറ്റയ്ക്ക് വലിച്ച് സമാധാനം നഷ്ടപ്പെട്ട് അകാലത്തിൽ മരിച്ചു തീരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുക? ബുദ്ധിയുള്ള പുരുഷൻ തന്റെ ഭാര്യയെ തളച്ചിടുകയല്ല, മറിച്ച് അവൾക്ക് ചിറകുകൾ നൽകുകയാണ് ചെയ്യുന്നത്. അവൾക്കും കൂടി ഒരു വരുമാനം ഉണ്ടാകുമ്പോൾ, അവൾ കൂടി അധ്വാനിക്കുമ്പോൾ കുറയുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദമാണ്. വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ 2 പേരും ചേർന്ന് പങ്കിടുമ്പോൾ ആ ജീവിതം കൂടുതൽ മനോഹരമാകും. തന്റെ പങ്കാളിയുടെ കഴിവിനെ അംഗീകരിക്കാൻ മടിക്കുന്നവൻ യഥാർത്ഥത്തിൽ സ്വന്തം കുടുംബത്തിന്റെ വളർച്ചയാണ് തടയുന്നത്. സഹോദരിമാരെ, നിങ്ങളുടെ കഴിവിനെ ആർക്കും വേണ്ടി ബലി കൊടുക്കരുത്. വിവാഹം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാകണം. നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുക, നിങ്ങളുടെ ഇടം ചോദിച്ചു വാങ്ങുക. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ അന്തസ്സുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയൂ. നിങ്ങൾ മാറാൻ തയ്യാറാണോ? എങ്കിൽ ലോകം നിങ്ങളെ മാറ്റാൻ കാത്തു നിൽക്കില്ല, ഉറപ്പ്.